മനുഷ്യ മനസ്സിൽ മാരിവിൽ ഉണർത്തുന്ന ഒരു മധുര വികാരമാണ് മനുഷ്യത്വം. ഇന്നലത്തെ എപ്പിസോഡിലെ ഷോ സ്റ്റീലർ ആവാൻ ജിൻഡോയ്ക്ക് ഈ ഒരു ഒറ്റ ഡയലോഗ് ധാരാളമായിരുന്നു. ജിൻഡോ എന്ത് മനുഷ്യത്വമാണ് കാണിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നവരോട് ഈ കഴിഞ്ഞ ആഴ്ച ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞ വെറും മോശം വാക്കുകൾ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. ജിൻഡോയ്ക്ക് പകരം അവിടെ വേറെ ആരായിരുന്നുവെങ്കിലും വൻ രീതി പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്ത് സീനാക്കിയാണ്. ഇപ്പൊ ജാസ്മിന്റെ എതിരാളിയായിട്ടുള്ള റോക്കി ബായിനെ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു റോക്കി റിയാക്ട് ചെയ്യുക. ഒരു ക്യാപ്റ്റൻ കാണിക്കേണ്ട മെച്യൂരിറ്റിയും പിന്നെ ഈ പറയുന്ന മനുഷ്യത്വം ഇത് രണ്ടും ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ജാസ്മിനെ തിരിച്ചൊന്നും പറയാതെ വെറുതെ വിട്ടത്. പിന്നെ ജാസ്മിൻ ജിൻഡോയുടെ ഏറ്റവും വലിയ എതിരാളിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റിംഗ് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ച 2 or 3 മറ്റോ ആയി. പക്ഷെ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതേപോലെ ചാർജിങ് ടാസ്കിന്റെ സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ വന്ന ആഴ്ചയിൽ ജാസ്മിൻ കപ്പ് എടുക്കുമെന്ന് പലതവണ കരുതിയിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു അവൾ. പക്ഷെ പതിയെ അവൾ ഗബ്രിയുടെ അണ്ടറിലായി മാറി. ഞാൻ ക്യാപ്റ്റൻ ആയപ്പോൾ അവരെ ടീം മാറ്റി നോക്കിയിട്ട് പോലും രക്ഷയുണ്ടായില്ല. ആ ഒരു കൂട്ട് വിട്ടാൽ ഇനിയും ജാസ്മിന് വിജയിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനും വേണം ഒരു ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാസ്മിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ജിൻഡോയെ കുറിച്ച് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോയത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഒരിക്കലുമില്ല. ജിൻഡോയെ കരിവാരി തേക്കാനല്ലാതെ ജാസ്മിന് വേറൊരു നല്ല കാര്യം ഒരാളെ കുറിച്ചും പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഗബ്രിയെ കുറിച്ചല്ലാതെ. അഗൈൻ അത് പുള്ളിക്കാരുടെ ഗെയിമാണ് കേട്ടോ, അത് ഗെയിമാണ്. എതിരാളികളെ കുറിച്ച് നല്ലത് പറയണം എന്ന ഒരു നിർബന്ധമില്ല ബിഗ് ബോസിന്റെ അകത്ത്. അവിടെയാണ് ജിൻഡോ എന്ന മനുഷ്യന്റെ ക്വാളിറ്റി. പിന്നെ ജിൻഡോ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നവരോടാണ്. പുള്ളി ക്യാപ്റ്റൻ ആയപ്പോ ആദ്യം ചെയ്തത് ഈ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെയാണ്. ജാസ്മിനെയും ഗബ്രിയും വേറെ ടീമുകൾ ഇട്ടു. അത് പലരും ജിൻഡോയുടെ ആ ഒരു തീരുമാനത്തെ എതിർത്തു, ആ ഒരു പവർ ടീമും എല്ലാം എതിർത്തു. എന്നിട്ട് ആ മനുഷ്യനെ പിടിച്ച് പപ്പറ്റും ആക്കി. പുള്ളി പവർ ടീമിനെ എതിർത്ത് ആദ്യമായിട്ട് എടുത്തൊരു തീരുമാനമാണ് അത്. എന്നിട്ടാണ് പുള്ളി ഇതേപോലെ ഒരു പാവ എന്നൊരു കാര്യം കൂടെ കൊടുത്തത്. ജാസ്മിൻ നല്ലപോലെ കളിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെയല്ലേ മനുഷ്യത്വം, വേറെ എന്താണ്? ഇത്രയൊക്കെ പരിഗണന കാണിച്ചാൽ പോരെ മനുഷ്യരുടെ അടുത്ത്? ഇത്രയും പരിഗണന പോലും പുള്ളിയോട് തിരിച്ചു കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.